മെയ്ദിനെ ആ ചെറിയ സ്പാനർ വസു ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. സംസ്ഥാനമാകെ UDF കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയപ്പോൾ LDFന്റെ കോട്ടകുത്തളങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇടത്തോട്ട് മാത്രം ചാഞ്ഞിരുന്ന ഇടങ്ങളിൽ പോലും UDF കുതിച്ചു. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. 3 പതിറ്റാണ്ടിനിപ്പുറം UDF കുറിച്ചത് തിളക്കമാർന്ന വിജയ ചരിത്രം. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? 2020 6-ൽ 5 കോർപ്പറേഷനും പിടിച്ച തുടർഭരണ സൂചനയുടെ വിജയഭേരി മുഴക്കിയ LDF 5 വർഷങ്ങൾക്കിപ്പുറം ആടിയുലഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാ. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒലിച്ചു പോകരുത്. കണ്ണൂർ നിലനിർത്തിയും തൃശൂരും എറണാകുളവും തിരിച്ചുപിടിച്ചും കൊല്ലത്ത് അട്ടിമറി ജയം നേടിയും UDFന്റെ ഒന്നൊന്നര തിരിച്ചുവരവ്. ഇലക്ഷന് വേണ്ടി വാങ്ങിച്ച പടക്കങ്ങളാ ജയിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഊർശ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. ഞാനിരിക്കുന്ന മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കത്തിൽ 3ാം തുടർഭരണമെന്ന അമിത ആത്മവിശ്വാസ കൊടുമുടിയിലായിരുന്ന ഇടതിന് UDFന്റെ അപ്രതീക്ഷിത ചെക്ക്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കും. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്.